റെഡിയാണോ അല്ലേ? വേഗം പറ. വെരി എന്റെ പ്ലാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയാം. ആ കട്ടുപട്ടു കാണുന്ന സമയത്ത് നിങ്ങൾ എന്നെ അവർ തീർച്ചയായും എന്നെ രക്ഷിക്കാൻ വരും. നിങ്ങൾ കുറച്ചു നേരം അവരുമായി ഫൈറ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയിക്കോളൂ. അതിനുശേഷം ഞാൻ അവരോടൊപ്പം കൂട്ടുകൂടി ഈ നാട്ടിൽ അവർക്ക് ഒരു ചീത്ത പേര് വാങ്ങിച്ചു തരാതെ ഈ ഷേർ സിംഗ് ഇനി ഉറങ്ങില്ല. എന്റെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കേ അല്ലേ? കട്ടുപട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് നോക്ക്. വേഗം എന്നെ തല്ലാൻ തുടങ്ങിക്കോടാ. വേഗം എന്നെ തല്ലേ. കട്ടുപട്ടൊക്കെ പോയി. ഇനി അടിക്കുന്നത് നിർത്തണം ബോസ്. ബട്ടുവിടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എവിടെയാണെന്ന് അറിയില്ല. ഈ പുറകിലെന്തോ പ്രശ്നമുണ്ട്. പെട്ടെന്ന് വണ്ടി തിരിക്കേ. അവര് വരുന്നുണ്ട്. ബ്രേക്ക് ബ്രേക്ക് ചവിട്ട്. ബ്രേക്ക് ഒന്നും കാണുന്നില്ല. ബ്രേക്ക് കൂടെയാണ്. മാറി നിക്ക്. ഫ്രണ്ടിൽ നിന്ന് മാറി നിക്ക്. രക്ഷിക്കാൻ വരാനോ അതോ കൊല്ലാൻ വരാനോ? വേണ്ട വേണ്ട. ഇപ്പൊ നിങ്ങളാണ് എനിക്ക് ദൈവം. ആ തടിയന്മാരെന്റെ കയ്യിലുള്ള കാശൊക്കെ മോഷ്ടിച്ചോണ്ട് പോയി. എന്നിട്ട് ഒരുപാട് തല്ലി. നിങ്ങളാണോ ഗട്ടു? പ്രശ്നത്തില് ഉള്ളവരെ ഒക്കെ രക്ഷിക്കുന്നത് നിങ്ങളാണോ? കണ്ടില്ലേ ആ കുഞ്ഞു മനുഷ്യനെ? കണ്ടില്ലേ അവന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ ഒപ്പം നിന്നാൽ കിട്ടുന്നതിൽ നമുക്ക് 50-50 എടുക്കാം. ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല. തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. അല്ല, ചുറ്റുക എടുത്തിട്ട് എന്തിനാ അടിക്കുന്നത്? അതൊക്കെ മോശമാണ് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അതെ, നിങ്ങൾ അവിടെ സൈഡിൽ വല്ല മാറി നിക്കാൻ നോക്ക്. ഞങ്ങൾക്ക് ഓടാൻ സ്ഥലം വേണ്ടേ? എന്റെ പ്ലാൻ നല്ലോണം വർക്കാവുന്നുണ്ട്. I am so intelligent. ആരാ നിങ്ങൾ വന്നത് എന്നെ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ എന്നെ കടിച്ചു കൊല്ലാനാണോ? എന്തൊരിത്? ആരോട് വെച്ചുണ്ടാക്കിയേ? സോറി നിങ്ങൾ കാരണം ഇത് വരുന്നുള്ളൂ. പുറത്തെന്ത് ചെയ്യുന്നേ?
ഏയ്, ഏയ്. മാറി നിൽക്കണോ? എന്റെ ഈശ്വരാ, സാർ നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. സാറിന് ആവശ്യമില്ലെന്ന് ഇവിടെ നിൽക്കുന്നേ. സാറിന് എവിടെയെങ്കിലും പോയി നിൽക്കുന്നേ. അവിടെ കണ്ടില്ലേ, ആ വണ്ടിയിൽ പോയിരിക്കും. Thank you. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോലാം. എവിടേക്കാ പോയോ? ഞാൻ എന്ത് പ്ലാൻ ഇട്ടാലോ അത് എനിക്ക് തന്നെ തിരിച്ചു വരികയാണ്. അടി കൊള്ളുന്നത് ഞാൻ മാത്രാണ്. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. സോറി ഉണ്ട് സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ പേര് ഗട്ടു എന്നാണ്. ഇതെന്റെ ഫ്രണ്ട് ബട്ടു. നിങ്ങളാണോ ഗട്ടു ബട്ടു? എന്റെ കയ്യും കാലും ഒടിഞ്ഞിരിക്കാം മക്കളെ. കല്ലന്മാരുടെ അടുത്തുനിന്ന് മാത്രമല്ല, എന്നെ രക്ഷിക്കാൻ വന്നവരുടെ കയ്യിൽ നിന്നും എനിക്ക് നല്ലോണം തല്ല് കിട്ടി. ഞാൻ വെറുതെ ഒരു ജോക്ക് പറഞ്ഞതാ. നിങ്ങളെ ഞാനിപ്പോ ദൈവത്തെ പോലെ കാണുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു വലിയൊരു ഫാനാ. എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദി. പിന്നെ എന്റെ പേര് ബാബർ സിംഗ് എന്നാ ഞാൻ പൊക്കോട്ടെ. നിങ്ങൾ ചെയ്ത സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. അതിന് പകരം ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഓക്കെ, ബൈ ബൈ. എടാ, എന്റെ ഫസ്റ്റ് പ്ലാൻ തന്നെ വിജയിച്ചു. അവർക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവരെ ശരിക്കും പറ്റിച്ചു. ബോസ്, എനിക്കൊരു സംശയമുണ്ട് ബോസ്. നിങ്ങൾ ശരിക്കും ബോസ് തന്നെയാണ് ബോസ്. ഞങ്ങൾ എത്ര അടിച്ചിട്ടും നിങ്ങളൊന്നും മിണ്ടാതിരുന്നില്ലേ ബോസ്? വായടക്കാനാ പറഞ്ഞ്. അവരെനിക്ക് ചെയ്തതിനൊക്കെ ഞാൻ പകരം ചോദിക്കാതെ വിടില്ല. അവരുടെ ഓരോ ഇടിക്ക് പകരം 10 ഇടി ഞാൻ തിരിച്ചു കൊടുക്കും. എടാ ഗട്ടു ബട്ടു, നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ബട്ടു, ഇനി നമ്മൾ തന്നെ ഇത് ശരിയാക്കണം എന്നാ തോന്നുന്നത്. ഒരു കാര്യം ചെയ്യൂ, ടയർ എടുത്തോണ്ട് വരൂ. എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. ഞാൻ പോയി തിരിഞ്ഞു നോക്കാം. ഹലോ മന്മാനി സാറേ, ഈ ഗട്ടും ബട്ടും കൂടി ഒരുപാട് പണം മോഷ്ടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ അവിടെ പിടിച്ചു വെക്കൂ. ഇന്ന് ആ ഗട്ടുവിനെയും ബട്ടുവിനെയും പിടിച്ച് ജയിലിലിടണം. അനങ്ങിപ്പോകരുത്. ഞാനാണ് ഇൻസ്പെക്ടർ മന്മാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. യു ആർ അണ്ടർ അറസ്റ്റ് ഗട്ടു ബട്ടു. നിങ്ങൾ മോഷ്ടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പിടിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, നിയമത്തിന്റെ കൈകൾ വളരെ നീളമുള്ളതാണ്. പിന്നെ എനിക്ക് നിങ്ങളെ ഓടി വന്ന് പിടിക്കേണ്ടി വരുന്നതായിരിക്കും. സാറ്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഗരാജിൽ പോയത് വണ്ടി നന്നാക്കാൻ വേണ്ടിട്ടാണ്. ഇത് വേറെ ആരോ കരുതിക്കൂട്ടി ചെയ്യുന്നതാ. നിങ്ങളിപ്പോൾ എന്റെ കൈകളിൽ അകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താ, നിങ്ങൾ ഹീറോയാണെന്നാണോ വിചാരം? ഇന്ന് വരെ നിങ്ങളെ ആരും സംശയിച്ചിട്ടില്ല. സെക്യൂരിറ്റി ഏജൻസി നടത്തുവന്നല്ലേ നിങ്ങൾ എല്ലാവരും ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കള്ളന്മാരാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ ഓടി വന്ന് പിടിച്ചില്ലേ? സാറേ, ഞങ്ങള് പറയുന്നത് വിശ്വസിക്ക്. ഞങ്ങളെ വിട്ടുകളാ. സാറ് ഭയങ്കര മഹാനാണ്. സാർ എല്ലാരെയും കാളും ബുദ്ധിമാനാണ് സാറേ. എന്നാ പിന്നെ ചമക് സിംഗ് അവരെ വിട്ടയച്ചേക്കൂ. ശരി സാറേ. താങ്ക് യു. ശരിക്കും നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്. ഈ ദേശത്തിന് നിങ്ങൾ ഒരു അഭിമാനമാണ്. ഇടീശ്വരാ, ഗട്ടു, എന്റെ സിക്സ് സെൻസ് പറയുന്നു ഇവിടുത്തെ പ്രശ്നം നടക്കാൻ പോകുന്നു. എവിടെയാണെന്ന് അറിയില്ല. ആണോ? എന്താ? അയ്യോ, ഇത് പാറ്റയല്ലേ? ഇവരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? കൈതാ. എന്റെ അമ്മ.
വേണ്ട വേണ്ട പൊക്കോ വേണ്ട എനിക്കിഷ്ടല്ല ഇങ്ങോട്ട് മാറി നിക്ക് വേണ്ടെന്നേ ഞങ്ങളെ വെറുതെ വിട് ഞങ്ങളെ പറയുന്നത് എന്താ മനസ്സിലാക്കാത്തത് നിങ്ങളെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു. അവരെ ഇങ്ങനെ കാണുമ്പോ സാറിന് കരച്ചില് വരുന്ന സാറേ. സാറിന്റെ എത്ര വലിയ മനസ്സാണ്. ഇതുകൊണ്ടാണ് സാറ് വലിയ മഹാനായത്, ഈ ദേശത്തിന്റെ തന്നെ അഭിമാനമായത്. മിണ്ടിപ്പോവരുത്. ആദ്യം എന്നെ രക്ഷിക്കൂ. എന്നെ രക്ഷിക്കാൻ. എന്നെ വേഗം രക്ഷിക്കൂ. രക്ഷിക്കാനാ പറഞ്ഞത്. രക്ഷിക്കാൻ. സാറ് പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം സാറേ. സാർ എന്തിനാണ് ഇവരെയൊക്കെ പിടിക്കാൻ പോയത്? എന്താ നീ കാണിക്കുന്നത്? എന്നെ രക്ഷിക്കാൻ പറഞ്ഞ നീ അവരെയാണല്ലോ രക്ഷിക്കാൻ നോക്കുന്നത്. എന്റെ കൺട്രോൾ ചെയ്യ് സാറേ. എടാ പിള്ളേരെ, നിങ്ങളെ കണ്ട അവന്മാര് തിരിച്ചറിയും. നിങ്ങൾ പെട്ടെന്ന് കെട്ടപ്പ് മാറ്റണം. വേഗം ആവട്ടെ. വേഗം. ഗുഡ്. ഇറങ്ങടാ. കേട്ടു പറ്റൂ, നിങ്ങൾ രണ്ടുപേരും നിരപരാധികളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ജീപ്പ് എടുത്തോണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. വരൂ പോവാം. എത്ര ശ്രമിച്ചാലും നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. ജയിലിൽ നിന്ന് ഞങ്ങളെ പുറത്തിറക്കിയാൽ നിങ്ങൾക്കും കൂടി ജയിലിൽ പോയേണ്ടി വരും. എന്താ സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ? ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട. വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ. എന്നെ രക്ഷിക്കാൻ എന്റെ ബോഡി ഗാർഡ്സ് ഉണ്ട്. നിങ്ങൾ പോവോ. എനിക്കൊന്നും സംഭവിക്കാതെ ഇവര് നോക്കിക്കോളും. വേഗം പോയിക്കോ. ബട്ടു, ശരിക്കുള്ള കള്ളന്മാരെ പിടിക്കണമെങ്കിൽ നമുക്കിപ്പോ പോയേ പറ്റൂ. ഞാൻ പറഞ്ഞ ഉടനെ പോവാൻ സമ്മതിച്ചതിന് നന്ദി. ഓ സാർ എത്തിയോ? അവര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുമാത്രമല്ലാതെ എന്റെ വണ്ടി എടുത്തോണ്ട് പോവുകയാണ് സാറേ. അവരെ പിടിക്കൂ. ആദ്യം മോഷ്ടിച്ചു, ഇപ്പൊ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവരെ ഞാൻ വിടില്ല, പിടിച്ചിരിക്കും. ചമ്മക് സിംഗ്, എനിക്ക് ചായ തരൂ. ഞാൻ ചായ എന്ന് പറഞ്ഞത് ജീപ്പ് എടുത്തോണ്ട് വരാനാണ്. വേഗം ചെല്ല്. വേഗം തുറക്ക്. ആ വണ്ടി വിട്. വണ്ടി ഒന്ന് നിർത്തേ. വണ്ടി നിർത്തേ. ആരോ നിലവിളിക്കുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അത് ബാർസിംഗ് ആണെന്ന് വിചാരിക്കുന്നത്. ഇപ്പഴാണെങ്കിൽ എന്ത് പറ്റി? വണ്ടി പെട്ടെന്ന് നിന്നു പോയല്ലേ? വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ നോക്കിട്ട് പറയാം. ഹലോ സാറേ, വേഗം വരൂ. ജീപ്പിൽ പെട്രോൾ ഇല്ലാണ്ട് വണ്ടി നിൽക്കുകയാണ്. വേഗം തന്നെ. നമ്മൾ വാലിയിലേക്കാണ് പോകുന്നത്. കാറിനെ കൺട്രോൾ ചെയ്യ്. കട്ടു, ഒരു കാര്യം അറിയോ? ഈ ഹാങ്ങിങ് വാലിയിൽ റോക്ക് ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നില്ല. അത് കാണുന്നത് കുറെ നേരം ആഗ്രഹമായിരുന്നു. ഞാനിപ്പോ കണ്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? കാറ് കൺട്രോൾ ചെയ്യോ, അല്ലെങ്കിൽ നമ്മളും വെറുതെ ഹാങ് ചെയ്യേണ്ടി വരുവേ. ബ്രേക്ക് പിടിക്കുന്നില്ല. എന്ത് വരിയെന്നറിയില്ല. നമ്മൾ എന്താവാൻ പോകുന്ന അറിയില്ല. എനിക്ക് പേടിയാവുന്നു. ഭാഗ്യം അവര് ഹാങ്ങിങ് വാലി വഴി പോയില്ല. ഇല്ലെങ്കിൽ നമ്മളും കുടുങ്ങിയാണ്. അവരുടെ പുറകിൽ പോ. അവരെ വിടരുത്.
വണ്ടി നിർത്തേ, വണ്ടി ഒന്ന് നിർത്തേ. തെറ്റ് ചെയ്ത ദൈവം ശിക്ഷിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പൊ ഞാനത് വിശ്വസിക്കാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല. ഈ ഒരു പ്രാവശ്യം മാത്രം എന്നെ രക്ഷിക്കണേ ദൈവമേ, പ്ലീസ്. ഇപ്പൊ ആരാ നിലവിളിക്കുന്നത്? വണ്ടി നിർത്തേ. നിങ്ങളെ രക്ഷിച്ചതിന് എങ്ങനെയാണോ നന്ദി കാണിക്കുന്നത്? എന്റെ തണ്ടൽ ഒടിഞ്ഞു പോയി, എന്റെ കയ്യും കാലും ഒടിഞ്ഞു പോയി, തലച്ചോറ് പുറത്തു വരാറായി. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? സോറി ബാർസിംഗ്, നിങ്ങൾ വന്നത് ഞങ്ങൾ കണ്ടില്ല. സോറി കേട്ടാ. നിങ്ങൾ രണ്ടുപേരും എന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ചതാണോടാ? അനങ്ങിപ്പോകരുത്. ഞാൻ പറഞ്ഞതല്ലേ ഓടി രക്ഷപ്പെടാൻ നോക്കരുതെന്ന്. ഞാൻ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കുമെന്ന്. വന്ന് മര്യാദയ്ക്ക് വണ്ടിയിലോട്ട് കയറാൻ നോക്ക്. ആ നല്ല മനുഷ്യന്റെ ബോഡി ഗാർഡൊക്കെ എന്റെ പുറകിൽ തന്നെ വരുന്നുണ്ട്. ഇവനെന്ത് പറ്റി? ഈശ്വരാ, എന്റെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തിട്ടത്? അല്ല, നിങ്ങൾ തന്നെ ഞങ്ങളെ രക്ഷിച്ച് നിങ്ങൾ തന്നെ പോലീസിനെ വിളിച്ചോണ്ട് വന്നു. ഞാൻ രക്ഷപ്പെടുത്തിയെന്നോ? എന്ത് വിഡ്ഢിത്തറ ഈ പറയുന്ന? നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ എനിക്ക് ആരാ? നിങ്ങൾ തന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് എന്റെ വണ്ടി മോഷ്ടിച്ചോണ്ട് വന്നു, എന്നിട്ട് നുണ പറയുന്നു. മൈക്കിൾ സാർ, ഇവന്മാരെ പിടിച്ച ജയിലിലിട്. ഈശ്വരാ, അവൻ കള്ളം പറയണ, കള്ളം. ഓടിക്കോ. അവിടെ നിൽക്ക്, ഓടരുത്. എന്താണ് നീ ചെയ്തത്? എന്നെ കണ്ടിട്ട് ബാധുപൊളിയാണെന്ന് തോന്നുന്നുണ്ടോടാ? മണ്ണാടി സാറേ, എന്തെങ്കിലും ചെയ്തിട്ട് രക്ഷപ്പെടുത്ത്. എനിക്കിത് ചോദിച്ചിട്ടില്ല. എന്റെ പൊണ്ണ് മൺമണി സാറ്, ഒന്ന് വേഗം എഴുന്നേൽക്ക്. എന്താ ഇത്? ചമ്പക് സിംഗ്, ചായ തന്നെ രക്ഷിക്കൂ. വേഗം വേഗം എന്റെ മുകളിലോട്ട് പൊക്കെ, എനിക്ക് തല കറങ്ങുന്നു. രണ്ടുപേരുടെ വയറ്റിന്റെ ഇടയിൽ കുടുക്കി ചമ്മന്തി ആയല്ലോടാ. സാറേ, രക്ഷിക്ക് സാറേ. എന്റെ ഫ്രണ്ടിനെ നീ തല്ലിയല്ലേ? എന്തിനാണ് അവന്റെ കൂട്ടുകാരനെ പോയി തല്ലിയത്? മണ്ടന്മാരെ!
പട്ടൂടെ തല്ലിയ കട്ടൂണ് ദേഷ്യം വരും അറിയില്ലേ? വെറുതെ അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് കൂട്ടാനോ? വേഗം പോയി കട്ടൂടെ അടിക്ക്. ഓ നീ എന്റെ സുഹൃത്ത് ഗട്ടുനെ നിന്നെ അടിച്ചുവിടടാ. നിന്നെ ഞാൻ വെറുതെ വിടടാ. നിന്നെ ഞാൻ അടിച്ചടിച്ച് നിന്റെ വയറൊക്കെ ഞാൻ പൊട്ടി തീർപ്പിക്കണോ? എന്റെ കൈയൊക്കെ വേദനിക്കുന്നല്ലോ. വേണ്ട ബട്ടോ. बतानी सारे बिल्कुल चाहिए. എനിക്ക് ചെറിയ കാല് വെച്ചോണ്ട് ഓടാൻ കഴിയുന്നില്ലല്ലോ. ഞാനിപ്പോ ഒന്ന് വലുതായ കൊല്ലമായിരുന്നു. മനുഷ്യൻ ചെറുതാണെങ്കിൽ പിന്നെ അവന്റെ കാലും ചെറുതായിരിക്കില്ലേ? ഇതുപോലെ അറിയാതെയാണോ നീ ഇത്രയും വളർന്നത്? ഓ നാണക്കേട് നാണക്കേട്. എനിക്ക് വലുതാവാൻ കഴിയും, പെട്ടെന്ന് വലുതാവാൻ കഴിയും. സാറിന് അത് അറിയില്ലല്ലോ. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരോ? ഷേർ സിംഗ് എന്നാണ്. ഞാൻ ഷേർ സിംഗ് ആണ്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. ആദ്യത്തെ പേരെന്താ ബോസ്? സിംഹം സംസാരിക്കുമ്പോ എലികൾ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല. ഇന്ന് തെറ്റുകാരൻ ഞാനല്ല. ഇന്ന് തെറ്റ് ചെയ്തത് ഈ ഗട്ടുവും ബട്ടുവുമാണ്. മന്മണി സാറേ, അവരെ പിടിച്ച് ജയിലിലിടൂ. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കളിച്ചതാണല്ലേ ഞങ്ങളെ പിടിപ്പിക്കാൻ വേണ്ടിട്ട്? ഗരാജിലെ പണി പറ്റിച്ചതോ അപ്പൊ നിങ്ങൾ തന്നെയായിരുന്നു ഞങ്ങളെ പിടിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലേ? എടാ, ഇതെന്റെ പ്ലാൻ എന്ന് പറയല്ലേ, ഇതെന്റെ മാസ്റ്റർ പ്ലാൻ. എടാ, നിങ്ങൾ രണ്ടുപേരും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരാണ്. എന്താ മന്മാണി സാറേ, ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ? എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. എന്നെ രക്ഷിക്കൂ, വേഗം രക്ഷിക്കൂ. ജയിലിൽ ആർക്കാണ് പോണ്ടത്? ഓടിക്കോ 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 ഓടിക്കോ. ഷേർ സിംഗ് അല്ലേ ഇതിനൊക്കെ കാരണം? അവനെയാണ് ജയിലിൽ അടയ്ക്കേണ്ടത്. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. കെട്ടുപെട്ടു, നിങ്ങളെ കൊണ്ട് മാത്രമേ അതിന് പറ്റൂ. രക്ഷിക്കൂ, ഞങ്ങളെ ഷേർ സിംഗ്, ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. കെട്ടുപെട്ടു, ഇന്ന് നിങ്ങൾ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ എന്തെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്താൽ ഓടിച്ചിട്ട് പിടിക്കും അതല്ലേ?